കോട്ടയം ഏറ്റുമാനൂർ ജസ്മോൾ 2 മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്. അങ്ങനെ അവരെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന് അവിടെ തർക്കങ്ങളൊക്കെ ആദ്യം ഉണ്ടായി. ജിമ്മിയുടെ പള്ളിയിൽ സംസ്കരിക്കണമെന്നും ജസ്മോള സഹോദരനും അച്ഛനും കൂടി UK നിന്ന് വന്നായിരുന്നു. അവർ വന്നതിന് ശേഷം തീരുമാനമെടുക്കുകയും അവിടത്തെ അവരെ പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ജിമ്മി പൊന്നാട അണിയിക്കുകയും ആരെയാണ് ജസ്മോള പൊന്നാട കൊണ്ട് മൂടി, മധ്യത്ത് ജസ്മോള്, അപ്പുറം 2 മക്കളും. ജിമ്മി വന്നിട്ട് കുറച്ച് അഭിനയങ്ങൾ കാണിക്കുന്നുണ്ട്. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞ് ജിമ്മി ബോധം കെട്ട് വീണ്. ആരൊക്കെ ഇങ്ങനെ താങ്ങിക്കിടത്തി ജിമ്മിയുടെ അണ്ണാക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണാം ജിമ്മിയുടെ അമ്മ വീണു. പിന്നെ അവരെ വായിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വീശാൻ ആള് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു അഭിനയം. അതിൻ്റെ ഇടയിൽ ആര് വീണ്? ജിമ്മിയുടെ സഹോദരി വീണു. ജസ്മോള ഉപദ്രവിക്കണം അവള്. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എല്ലാ എണ്ണത്തിനെയും തൂത്ത് പറക്കി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം. അപ്പോഴപ്പോഴും ഓരോരുത്തർ വീഴും, വണ്ടി വരും, ഹോസ്പിറ്റലിലെത്തി. ഇത്രയും ക്രൂരത ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് മക്കളെ ജസ്മോള് കൊന്നതായിരിക്കാം. ഈ ജസ്മോള ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മീനച്ചിലാറിൽ ചാടാനായിട്ട് സ്കൂട്ടിയിൽ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് CCTV ഉണ്ട്. അതിൽ നിന്നും ഒരു തെളിവും ഇതേവരെ എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട് എടുത്തില്ല? സാധാരണ CCTV തെളിവെടുക്കുമല്ലോ. ഈ കുട്ടി പോയതാണോ, ഇതാണോ 2 മക്കളെ ഇരുത്തി പോയത്, അതോ ഈ ജിമ്മി എന്തെങ്കിലും ചെയ്തതാണോ എന്ന് അവിടെ അന്വേഷിച്ചില്ല ഇതുവരെ. അത് പറയാൻ അന്ന് രാവിലെയും തലേ ദിവസങ്ങളും ഒക്കെ അവിടെ ഒരാഴ്ച കൊണ്ട് പ്രശ്നങ്ങളായിരുന്നു. ഈ കുട്ടി മരിക്കണേൻ്റെ അന്ന് രാവിലെ അവിടുത്തെ വീട്ടു ജോലിക്കാരി വരികയും വന്നിട്ട് അവരെ കുറച്ച് സംഭാഷണങ്ങളുണ്ട്. അവര് ചേർച്ചയില്ലാത്ത വാക്കുകളാണ് അവർ പറയണത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇത് കള്ളത്തരമാണ് ആ വേലക്കാരി പറയണേന്ന്. വേലക്കാരി പറയുന്ന കാര്യങ്ങൾ എന്നത്തെയും പോലെ ജോലിക്ക് വന്നപ്പോൾ ഹാളിലെ കതവ് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കണം. ജന്നൽ തുറന്നിട്ട് ആ ജന്നലിൻ്റെ അവിടെ ചെന്ന് നിന്ന് വിളിക്കാമല്ലോ. അപ്പം ഇവർ ഹാളിൻ്റെ ഭാഗത്ത് വെളിയിൽ വന്ന് നിന്ന് വിളിച്ചപ്പം ജസ്മോൾ അകത്ത് നിന്നോണ്ട് പറയണ്, ഞാൻ കുളിക്കണ്, ഇന്നങ്ങ് പോവാൻ പറഞ്ഞ്, ജോലി ചെയ്യണ്ട, ഇന്ന് പോവാൻ പറഞ്ഞ് വേലക്കാരി ഇട്ട്. അപ്പം വേലക്കാരി ഇറങ്ങി താഴോട്ട് പോയ വഴിക്ക് അടുത്ത അമ്മ പറഞ്ഞ് വിറവ് വാരി ഇടാൻ പറഞ്ഞു. അപ്പോഴൊരു കുട്ടീരെ കരച്ചിൽ കേട്ട്. അതിനകത്ത് വേറെ ആരും ഇല്ല. ഈ വേലക്കാരി പറയുന്നത് ജിമ്മി ജോലിക്ക് പോയെന്നാണ് പറയണത്. ഈ വേലക്കാരി അതിനുശേഷം വിറകൊക്കെ വാരിയിട്ടപ്പോൾ ഒരു കുട്ടീരെ കരച്ചിൽ കേട്ട് അങ്ങനെ വന്ന് നോക്കിയപ്പം ജിമ്മി അവിടെ ഉണ്ടായിരുന്നു. അത് എവിടെ നിന്ന് പൊട്ടി വീണ്? ജിമ്മി എങ്ങനെ അവിടെ എത്തി? യഥാർത്ഥത്തിൽ ജിമ്മി അവിടെ ഉണ്ടായിരുന്നു. ഈ വേലക്കാരി വരുന്ന സമയത്തും ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ നടന്ന് ഈ കുട്ടി ഫാനിൽ തൂങ്ങാനായിട്ട് ശ്രമിച്ചെന്ന് പറയണ്. പിന്നെ കൈഞ്ഞരമ്പ് മുറിച്ച്, പിന്നെ അതിനുശേഷം ഹാർപ്പിക്ക് പല വഴിക്ക് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെ സ്മെല്ലടിച്ചില്ല ഈ വേലക്കാരിക്ക്. ഈ വേലക്കാരി എന്തുകൊണ്ടാണ് ഒളിക്കണത്? അവർക്ക് നാളെ അവിടെ ജോലി ചെയ്യാനുള്ളതാണ്. ഇല്ലെങ്കിൽ നാളെ അവർക്ക് അത് വഴിയാവും. ഇവർ വല്ല പറഞ്ഞെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ. ഇവർക്കെല്ലാം അറിയാം, എല്ലാ ചരിത്രവും ഇവർക്കറിയാം. ഈ വേലക്കാരിയെ കുടഞ്ഞ എല്ലാം അറിയാം. സത്യം പറഞ്ഞാൽ ജിമ്മി അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയോ സംഭവിച്ച്. ഇനി ഈ കുട്ടിയുടെ കൈഞ്ഞരമ്പ് മുറിച്ചത് ഈ കുട്ടി അല്ലെങ്കിലോ, കെട്ടിത്തൂക്കാൻ ശ്രമിച്ചെങ്കിലോ? പിന്നെ അത് കഴിഞ്ഞിട്ട് കീടനാശിനി എന്തോ ഹാർപ്പിക്കാണെന്ന് പറയണ്. ഈ കുട്ടികൾക്കും കൊടുത്ത് കുട്ടികൾ ഇനി അവിടെ വെച്ച് മരിച്ചതാണോ എന്നെങ്ങനെ അറിയാം? ഈ അമ്മയും മക്കളും ഈ വീട്ടിൽ വെച്ചാണോ മരണപ്പെട്ടത്? എൻ്റെ വിശ്വാസം ഈ അമ്മയും മക്കളും ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. അതിനുശേഷം സ്കൂട്ടി ജിമ്മി എന്ന് പറയുന്ന സാധനം ഈ മീനച്ചിലാറിൻ്റെ അവിടെ
കൊണ്ടുവന്ന് വെച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പേ കൊണ്ടുവന്ന് വെച്ചു. ആരും ഒന്നും കണ്ടില്ല എന്ന് പറയണ്. ആ പരിസരത്തുള്ളവരും കണ്ടില്ല, CCTV ദൃശ്യങ്ങളൊന്നും എടുത്തില്ല, ഒന്നും ചെയ്തില്ല. മിക്കവാറും ഇതാവാനാണ് സാധ്യത. ഈ സ്കൂട്ടി മുമ്പേ കൊണ്ടുവന്ന് അവിടെ വെച്ചതിന് ശേഷം വണ്ടിയിൽ ഈ തള്ളയും മക്കളെ അപ്പോഴേ കൊന്നിട്ടോണ്ട് പോയാന്നെങ്ങനെ അത് തിരക്കുക? കൊന്നിട്ടോണ്ട് പോയിട്ട് ശരീരം വലിച്ചെറിഞ്ഞാന്നെങ്ങനെ അറിയാൻ പറ്റും? പോസ്റ്റ്മോർട്ടത്തിൽ തെളിവായിരിക്കും. ഇത് പല പല ദുരൂഹതകളാണ് ഈ മരണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സഹോദരൻ എന്തുകൊണ്ട് ബോധം കെട്ട് വീണില്ല? അച്ഛൻ എന്തുകൊണ്ട് ബോധം കെട്ട് വീണില്ല? മറ്റവർക്ക് കള്ളത്തരം ഉള്ളത് കൊണ്ടാണ് അവിടെ എല്ലാവരും വീണ് എല്ലാവരെയും അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്, താങ്ങിയെടുക്കണ്, വീശണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോണ്. കള്ളത്തരം, ഇതൊരു വല്ലാത്ത കള്ളത്തരമാണ് കേട്ടാ. ഇത് കണ്ടുപിടിക്കണം എന്തായാലും. ഇതാ CCTV ഫുള്ള് നോക്കണം. ആരാണ് ഈ സ്കൂട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇവർ തന്നെയാണോ, ഈ അമ്മയും മക്കളും തന്നെയാണോ ഈ സ്കൂട്ടിയിൽ പോയി? അങ്ങനെ ആത്മഹത്യ ചെയ്യൂല എന്നാണ് പറയണത്. അച്ഛൻ പറയണ്, സഹോദരൻ പറയണ് അങ്ങനെ ചെയ്യൂല, നാട്ടുകാർ പറയണ ചെയ്യൂല. മിക്കവാറും ആ വീട്ടിനകത്ത് ആ കുട്ടിയിലേക്ക് വിളി കേട്ടത് യവൻ അവിടെ ഉപദ്രവിച്ച്, യവനായിരിക്കും കൈഞ്ഞരമ്പ് മുറിച്ചു കൊടുത്തത്. അപ്പോഴ് ഈ കുട്ടിയൊക്കെ എടുത്തിട്ട് അടിച്ച് കീടനാശിനിയൊക്കെ വായിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ കുട്ടികളിടന്ന് വിളിച്ചതായിരിക്കാം. എല്ലാവർക്കും അറിയാം ഇതെന്തോ ദുരൂഹത അവിടെ നടന്ന്. ഭയങ്കര ബോധക്കേടാണ് കേട്ടോ, ഭയങ്കര ബോധക്ഷയം. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പറയണ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് NK ശശികുമാർ. ഞാൻ മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ജിസ്മോള്. അതിനുശേഷമാണ് അഭിഭാഷകയാവുന്നത്. ഇപ്പോൾ ജിസ്മോള് ജയിച്ച വാർഡിൽ നിന്ന് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ചേട്ടൻ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ദുരൂഹത ഉണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പുറകെയാണ്. ഇന്നിപ്പോൾ രാവിലെ 10 മണി മുതൽ ഇപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്മോളുടെ ഫാദറും സഹോദരനും UK ആയിരുന്നു. അവർ ഇന്നലെയാണ് എത്തിയത് ഈ വിവരം അറിഞ്ഞതിന് ശേഷം. അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കേസ് കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ക്രൂരമായ ഒരു മാനസികമായ പീഡനവും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിച്ചത്. കാരണം അത് നടന്നെന്ന് എല്ലാവർക്കും അറിയാം. ആ കുട്ടി അതിനകത്തിട്ട് ഉപദ്രവിച്ച് മിക്കവാറും തല്ലിക്കൊന്ന്. ഇതെല്ലാം ചെയ്തത് അയാളായിരിക്കും. അയാളാ വീട്ടിലുള്ള അമ്മയും ആ ഭയങ്കരിയായ അമ്മയും എല്ലാവരും ആണ് ഇത് ചെയ്തിട്ട് മിക്കവാറും ആ വീട്ടിൽ വെച്ച് തന്നെ അടിച്ചു കൊന്ന് എല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് ഇതൊക്കെ വലിച്ചെറിയണ ചെയ്തത്. വേറെ വണ്ടികൾ 10,000 വണ്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നു. ആ വണ്ടികളിൽ 3 എണ്ണം കൂടെ അതിൻ്റെയൊക്കെ മൃതശരീരങ്ങൾ എടുത്തിട്ട് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ്, എന്നിട്ട് സ്കൂട്ടി അവനായിരിക്കും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇതാരും കണ്ടവരില്ല. ബന്ധമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ വീടിനോട് ചേർന്നാണ് ഇവരുടെ വീടും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇവരുമായിട്ട് നല്ല പരിചയം, ഏറ്റവും അടുപ്പം, ഇവരെക്കുറിച്ചെല്ലാം അറിയാവുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവൾ വളരെ ബോൾഡാണ്. എല്ലാ കാര്യത്തിലും അവൾ തീരുമാനമെടുക്കാൻ കഴിവുള്ളവളാണ്. ഒരു അഭിഭാഷകയാണ്, ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു. ശേഷം പാലായിൽ ഇപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പിതാവിൽ നിന്നും സഹോദരിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരെ ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നില്ല. അത് ഈ പിതാവൊക്കെ ഇപ്പോഴാണ് പറയണത്. എത്രയോ വർഷം കൊണ്ട് ഈ പെൺകുട്ടി അവിടെ സഹിച്ച് കഴിയേണ്. അതിൽ വേറൊരു സ്ത്രീ പറയുന്നുണ്ട്, ഈ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റുമ്പം ഒരാളിനെ കണ്ട ഒരാളിനെ അതിനകത്തോട്ട് കയറ്റും. അപ്പോഴീ ഈ സ്ത്രീ കണ്ടത് തൊടയിൽ, കഷ്ടം ജിസ്മോളെ തൊടയിൽ ഒരു കൈപ്പത്തീര വലിപ്പത്തിൽ ഇത്രയും വട്ടത്തിന് പൊള്ളി തൊലിയൊക്കെ അടന്നിരിക്കണമെന്ന്. ഈ തൊടയിൽ എങ്ങനെ ഈ കുട്ടി തീ വെച്ചാ അന്ന് ഒരു ശകലം ഒന്ന് മുറിയുമ്പോൾ തന്നെ നമുക്ക് വേദനയില്ലേ? ഒരിക്കലും ചെയ്യൂല. ഇത് അതിനെ ചട്ടുകം പഴിപ്പിച്ച് വെച്ചു കൊടുത്തതാണ്. നല്ലതുപോലെ വീതിക്ക് പൊള്ളിച്ച് ചട്ടുക അടുപ്പിൽ വെച്ച് പഴിപ്പിച്ച് പിടിപ്പിച്ചു കൊടുത്ത്. കഷ്ടം, എന്ത് വേദന. അത് 2 ദിവസം മുമ്പുള്ള മുറിവാണ്, തൊലിയൊക്കെ അടന്നു പോയെന്ന്. പിന്നെ മുതുകത്ത് അടിയിലെ പാടുകളൊന്ന്
അടിയിരപ്പാട് നല്ലതുപോലെ അടിയിരപ്പാട് അങ്ങ് മുറിഞ്ഞ് ഒരുമാതിരി ഇരിക്കുന്ന ആ സ്ത്രീ പറയണേ, ആ സ്ത്രീ കണ്ടതാണ്. കഷ്ടം തന്നെ, ഇതൊരു വല്ലാത്ത ഇതാണ്. ഇതെന്തായാലും യവന്മാരെ എല്ലെണ്ണത്തിനെയും കയറ്റണം, ജയിലഴികൾ എണ്ണണം. എല്ലെണ്ണത്തിനും കള്ളക്കണ്ണീരും കാണിച്ച് ബോധക്ഷയവും വന്ന് വീണ് കിടക്കാറിയാല. ആ അച്ഛനും സഹോദരനും പിന്നെ ഈ പെൺകുട്ടിയുടെ ചേച്ചി അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവർക്കാർക്കും ബോധക്ഷയം വന്നില്ല. അമ്മയ്ക്ക് ബോധക്ഷയം വന്നു, ബോധം കെട്ട് വീണു. അയ്യോ ഇങ്ങനെ മലന്നടിച്ചങ്ങ് വീണപ്പോഴത്തേക്ക് വീശി കൊടുക്കണം, വെള്ളം അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് അഭിനയം, ആളുകളെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ എല്ലായിടത്തിനെയും തൂക്കിയെടുത്തോണ്ട് പോകണം. ഇനി ഫസ്റ്റ് ചെയ്യാനുള്ള CCTV നോക്കണം. ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് എത്രയോ CCTV അങ്ങ് അറ്റം വരെ ഉണ്ടെന്ന് പറയുന്നത്. അതെല്ലാ തെളിവുകളും എടുത്തും കൊണ്ട് ഇതെങ്ങനെയാണ് ഇയാൾ ചെയ്തതാണോ എന്നുള്ളതെല്ലാം യവനെയും പിടിച്ചിട്ട് കൊടയണം. എന്തായാലും ആ കുട്ടികൾ പോയി, നല്ല അരിമപ്പെട്ട 2 മക്കളും ആ തള്ളേ. എങ്ങനെ അതിൻ്റെ നിറത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ ഈ പിശാചിൻ്റെ കുടുംബത്തിന് തോന്നി? ഈ അമ്മായിയമ്മയ്ക്ക് നാത്തൂനും ഇവനുമൊക്കെ പറയാൻ എങ്ങനെ തോന്നി? സുന്ദരി ഒരു പെങ്കൊച്ചല്ലേ, ഇതിനെയൊക്കെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് കാണിക്കണ വേലകൾ.